മോഹങ്ങൾ മരവിച്ചു മോതിര കൈ മുരടിച്ചു മനസ്സു മാത്രം മുരടിച്ചില്ല മനസ്സ് മുരടിച്ചില്ല. അതെ, തോണി മറിഞ്ഞാൽ പിന്നെ പുറമാ നല്ലത് അല്ലേ? അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ശൈലജ ടീച്ചറിന് ഒട്ടും സംശയമില്ല. മുഖ്യമന്ത്രിയെക്കാളും കുറെ മുകളിൽ നിൽക്കുന്ന ആളാണ് ഇനി മുതൽ പ്രതിപക്ഷ നേതാവ്. കാറൽ മിത്തപ്പനാണ് എങ്ങനെയാണ് PB മെമ്പർ വെച്ചുകൊണ്ട് വേറൊരാളെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന് പറഞ്ഞാലല്ലേ അസാംഗത്യം? പിന്നെ അതാണ് അസാംഗത്യം. പിണറായി വിജയന്റെ കമ്പനിയിൽ പിണറായി വിജയനെ തന്നെ തലപ്പത്തിരുത്തുക എന്നുള്ളത് സാംഗത്യമല്ലേ? അതാണ് സാംഗത്യം. അണികൾ മുഴുവനും ചേർന്ന് പിണറായി വിജയനെതിരെ നിരന്നാലും സാംഗത്യം വിട്ടൊരു കളിയില്ല. കാരണം കേരളത്തിലെ ദേശീയ തലത്തിൽ ഈ പാർട്ടി മുച്ചൂട് മുടിയാൻ കുറച്ചുകൂടെ സ്പീഡ് വേണം. ഈ പരുവത്തിൽ തന്നെ തിരുത്താതെ മുന്നോട്ട് പോയാലേ 35-ൽ നിന്ന് അടുത്ത തവണ നേരെ 5-ലേക്കോ സംപൂജ്യത്തിലേക്കോ ഒക്കെ എത്താൻ സാധിക്കൂ. ഞങ്ങൾക്ക് അതിലൊരു അസാംഗത്യം തോന്നിയിട്ടില്ല. തോന്നരുത് ടീച്ചറെ, തോന്നരുത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, പ്രതിപക്ഷ നേതാവാക്കിയില്ലെങ്കിൽ മരപ്പട്ടിമൂത്രത്തിൻ്റെ ശാപം നിങ്ങളെ ഒന്നും വിട്ടൊഴിയില്ല എന്ന് വല്ലതും പുള്ളി ശപിച്ചായിരുന്നോ? അല്ല, ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചതാ. എനിക്ക് ശേഷം പ്രളയം എന്നതാണല്ലോ ആപ്തവാക്യം. ജയിച്ചാൽ മുഖ്യൻ, തോറ്റാൽ പ്രതിപക്ഷ നേതാവ്. എന്തായാലും 1-ാം നമ്പർ പുള്ളിക്ക് തന്നെ വേണം. അഹങ്കാരത്തിനും പിടിവാശിക്കും വിവരക്കേടിനും ഒക്കെ പ്രായപരിധിയില്ലല്ലോ അല്ലേ? പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് തുല്യമല്ലെങ്കിലും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ. ആണോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായപ്പോഴാണോ ടീച്ചറിന് ആ സ്ഥാനത്തിന്റെ വലിപ്പം അങ്ങോട്ട് കണ്ണിപ്പിടിച്ചത്? അത് കൊള്ളാം കേട്ടോ. ഇന്നലെ വരെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരനായിരുന്നു. ഇനി മുതൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പമോ അതിനു മുകളിലോ നിൽക്കുന്ന ഒരു പ്രത്യേകതരം ബലവാൻ ആയിരിക്കും. പൊന്നു ടീച്ചറെ, കരിക്കുന്ന സൂര്യനൊന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ പാമ്പ് കടിക്കും സൂര്യാഘാതത്തിനും ഒക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. പിന്നെയും കയറ്റി മേളി വെച്ച് നാട്ടിലെ ജനസംഖ്യ വീണ്ടും കുറയ്ക്കല്ലേ ദയവ് ചെയ്ത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെല്ലാം കൂടെ തൊടുന്നതിനും പിടിക്കുന്നതിനും അങ്ങനെ തോളെ കയറ്റിയ പുള്ളി ഈ പരുവത്തിലായത്. പ്രതിപക്ഷ നേതാവിന് വലിയ പ്രാധാന്യമില്ലേ? സംശയമുണ്ടോ? ജനങ്ങളെക്കാൾ, മുഖ്യമന്ത്രിയെക്കാൾ, മറ്റ് ജനപ്രതിനിധികളെ ഒക്കെയും ഇനി മുതൽ മുകളിൽ നിൽക്കുന്ന ആൾ ആയിരിക്കും പ്രതിപക്ഷ നേതാവ്. ഇനി മുതൽ പ്രാധാന്യമുള്ള ആളായിരിക്കും പ്രതിപക്ഷ നേതാവ്. സംശയമില്ല. എന്നെ ഒതുക്കാനോ? എവിടെ ഒതുക്കാൻ? ഇനി എന്നെ ഇതിൽ കൂടുതൽ എങ്ങനെ ഒതുക്കാൻ എന്ന് ചോദിക്കും ടീച്ചറെ. പാവം, ഒതുങ്ങാവുന്നതിൻ്റെ മാക്സിമം ഒതുക്കിയിട്ടും ക്യാപ്സ്യൂൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിനൊരു മോചനം കിട്ടിയില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഈ കേന്ദ്ര കമ്മിറ്റി അംഗത്വം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ? അന്താരാഷ്ട്ര തലത്തിൽ പ്രമുഖ അധികാര ശക്തികളെല്ലാം ഈ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു അംഗത്വത്തിന് വേണ്ടി നിരന്തരം ഫോൺ കോളുകൾ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചറിനെ. അത് നിങ്ങൾക്കറിയാവോ? ഇങ്ങനെയൊന്നും ഒരാൾക്കും അങ്ങനെ കൊടുക്കുന്ന പദവിയല്ല കേന്ദ്ര കമ്മിറ്റി അംഗത്വം. അതിന് ചില പ്രത്യേക യോഗ്യതകളൊക്കെ ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ്. അതിന് വേണ്ട ഈ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ് അഥവാ പ്രത്യേക യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് അതിലെ അംഗങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ടീച്ചറെ, പിറക്കാതെ പോയ ഉണ്ണിയുടെ ഉണ്ണിക്കഥകൾ ഒരു ഉളുപ്പുമില്ലാതെ വിശദീകരിക്കുന്നതുകൊണ്ട് ചോദിക്കുക, ടീച്ചറിന് ഇപ്പോഴും നല്ല പേടിയുണ്ടല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സമിതിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ പോളിറ്റ് ബ്യൂറോ അല്ല, പാർട്ടിയുടെ അടിമ വ്യവസ്ഥയിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തതാണോ, പുറത്തിറങ്ങാൻ ആഗ്രഹിക്കാത്തതാണോ ഇവരുടെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നാട്ടുമ്പുറത്ത് എവിടെയോ ജനിച്ചു വളർന്ന KK ശൈലജ CPIM പോലുള്ള ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നു. ഒരു മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ശരിയാ ടീച്ചറെ, ടീച്ചറിന് എന്തോ വലുത് വരാനിരിക്കുക, വലുത് കിട്ടിയിരിക്കുക. അതും പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ. പക്ഷെ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നാട്ടുകാരുടെ മുന്നിൽ വിശദീകരിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതിനി വേണ്ടാത്തോണ്ടാ. അല്ല, ഒരു കരച്ചിൽ കുറച്ചു നേരം കൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അതാരുവാ? ശരിയായ മാർഗത്തിലല്ല UDF കായംകുളത്ത് ജയിച്ചതെങ്കിലും ജയം തന്നെയാണ്. ആ ജയത്തെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നോ?
ഭരിക്കാൻ കായംകുളം ചോദിച്ചിട്ട് കിട്ടിയില്ലെന്നോ തകഴിയിലേക്ക് തട്ടിയെന്നോ ഒക്കെ കേട്ടല്ലോ ചേച്ചി. ശരിയാന്നോ? അല്ല ഇപ്പൊ എന്തു പറയാനാ വന്നേ? ശരിയായ മാർഗത്തിലല്ല UDF കായംകുളത്ത് ജയിച്ചതെങ്കിലും ജയം ജയം തന്നെയാണ്. ആ ജയത്തെ അഭിനന്ദിക്കുന്നു. അത് ശരി. അപ്പൊ കായംകുളത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ UDF അവിടെ ജയിച്ചത്? അമ്പടാ, കൊണ്ട് കേസ് കൊടുക്കണം ചേച്ചി, കേസ് കൊടുക്കണം. എന്നിട്ട് ബാക്കി വേഗം പറ. UDFന്റെ സ്ഥാനാർത്ഥി കരഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചതൊക്കെ നമുക്കറിയാം. അദ്ദേഹം കരഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചത് എനിക്കൊരു അവസരം കായംകുളംകാർ തരണേ. ഓ, അതാണോ കാര്യം? അപ്പൊ സ്ഥാനാർത്ഥിക്ക് കരഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ കിട്ടുന്ന വോട്ട് ശരിയായ മാർഗത്തിലൂടെ അല്ല എന്നാണ് പ്രതിഭ ചേച്ചിയുടെ പക്ഷം കണ്ടെത്തൽ. ചിരിച്ചുകൊണ്ട് കഴുത്തറക്ക അല്ല, ചോദിച്ചു വാങ്ങുക അല്ലേ വോട്ട്, പക്ഷെ കരഞ്ഞുകൂടാ. ഇലക്ഷൻ്റെ സമയത്ത് ചേച്ചി ഒരു സ്ത്രീ എന്ന നിലയിൽ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയുടെ മുന്നിലിരുന്ന് കണ്ണു തോരാതെ കരഞ്ഞായിരുന്നല്ലോ. ചേച്ചിയുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നല്ലോ. ഓ, അത് ഒറിജിനൽ കണ്ണുനീര്, ബാക്കിയുള്ളവരുടെ മുതല കണ്ണുനീര്. അങ്ങനെ ഇപ്പോൾ ഓക്കെ ആയി. അന്നത്തെ ചേച്ചിയുടെ കരച്ചിൽ ഏൽക്കാതെ പോയതിൻ്റെ ദുഃഖമാണ് ഇതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നതേയില്ല. സത്യം, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് അവതരണം. ഈ ചൊറിച്ചിൽ അല്ല പറച്ചിൽ എത്ര നാളും കൂടെ കാണും ചേച്ചി? മോൻ്റെ കേസ് വന്നപ്പോഴേ ഒരു സ്മോക്ക് എടുത്ത് കാണും എന്ന് നിസ്സാരമായിട്ട് പറഞ്ഞ ചേച്ചിക്ക് ഒരു തവണയൊക്കെ ഒരാൾക്ക് കരഞ്ഞും ജയിക്കാം എന്ന് നിസ്സാരമായിട്ട് പറഞ്ഞു പോകാൻ ഒരു പ്രയാസവും കാണില്ലല്ലോ അല്ലേ? അങ്ങനെ അങ്ങ് പോയേക്കണം. ചേച്ചി, നിങ്ങൾ തോറ്റേൻ്റെ കാരണം അന്വേഷിച്ചെങ്ങും പോകണ്ട. ഇതൊക്കെ തന്നെയാണ്. ഇപ്പം മനസ്സിലായില്ലേ? തോറ്റാൽ തോറ്റെന്ന് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. അല്ലാതെ ദിവസം 3 നേരം പരദൂഷണത്തിൻ്റെ മൂന്നാംകിട രൂപമായിട്ട് ഫേസ്ബുക്ക് ലൈവിൽ വരരുത്. ഒന്നുമില്ലെങ്കിലും ഒരു MLA ആയിരുന്ന വ്യക്തിയല്ലേ, ആ പൊസിഷൻ്റെ എങ്കിലും നിലവാരം പരിഗണിക്കണ്ടേ ചേച്ചി? കായംകുളത്തും ചേച്ചി അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് വോട്ടർമാർ അന്വേഷിച്ചത് അന്ന്. വേറെ പാർട്ടിയിൽപ്പെട്ട ആരും ജനങ്ങളോട് വോട്ട് ചോദിച്ച് ചെന്നില്ലായിരുന്നെങ്കിൽ പോലും നിങ്ങൾ തോറ്റേനെ. കാരണം ഇതൊക്കെയല്ലേ നിങ്ങളുടെ കയ്യിലിരിപ്പ്. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ കയറി എന്നെ പറ്റി അപവാദ പ്രചരണം നടത്തിയതുമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ കയറി ചേച്ചിയെക്കുറിച്ച് അപവാദം പറഞ്ഞപ്പോൾ അത് കേട്ട് അവരാ പറഞ്ഞയാൾക്ക് വോട്ട് കുത്തിയെങ്കിൽ ചേച്ചി ഒരു പുനർവിചിന്തനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. തൽക്കാലം ചേച്ചിയെ തോറ്റ MLA എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ചേച്ചി, ഞങ്ങൾ തയ്യാറാണ്. അപവാദം പറയുന്നവർ പറയട്ടെ, നമ്മൾ ഇനിയും തോറ്റ് കാണിക്കണം. തോറ്റ് കാണിക്കാനുള്ള ഇടമുണ്ടോ എന്നൊന്നും ചോദിക്കരുത്, അതില്ല. അത് വേറൊരു കാര്യം. ആ ഫ്ലോയ്ക്ക് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കരയാനുള്ള അവകാശം അത് തൊഴിലാളി വർഗ പ്രസ്ഥാന നേതാക്കളായ കൂടിയ സഖാക്കൾക്കുള്ളത് മാത്രമാണ്. ആ അവകാശം, ആ വോട്ടടിക്കൽ തന്ത്രം അത് പയറ്റിയവർക്കെതിരെയും ഇനി ആരെങ്കിലും അങ്ങനെ പയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും അടിയന്തര നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ചേച്ചി ഇതിനാൽ അറിയിച്ചു കൊള്ളണം. എന്തായാലും ചളിവാദ്യങ്ങൾ.